അറിഞ്ഞോ, കൊച്ചിയിൽ കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് സമ്മേളന വേദിയിൽ നമ്മുടെ കണ്ണൂർ സിംഹം കെ സുധാകരന് രാഹുൽ ഗാന്ധിയുടെ ഷോക്ക് ട്രീറ്റ്മെന്റ്. ഒതുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ കസേരയ്ക്കടുത്തിരിക്കാൻ ശ്രമിച്ച കെ സുധാകരനെ രാഹുൽ ഗാന്ധി കൈയോടെ എഴുന്നേൽപ്പിച്ചു. ആ കസേരയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് ഇരിക്കാൻ പറഞ്ഞു. സുധാകരനോടുള്ള അനിഷ്ടം പ്രകടമാക്കും വിധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ. രാഹുൽ ഗാന്ധിക്ക് അടുത്ത് ചെന്ന് തൊഴുതു പിടിച്ച് നിന്നിട്ടും കെ സുധാകരനെ അദ്ദേഹം മൈൻഡ് ചെയ്തതേയില്ല. ആ ദൃശ്യങ്ങൾ കാണൂ. രാഹുൽ ഗാന്ധി അതാ വേദിയിലേക്ക് കയറുന്നു, MM ഹസന് കൈ കൊടുക്കുന്നു, വർത്തമാനം പറയുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന K മുരളീധരന് കൈ കൊടുക്കുന്നു. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, VS ശിവകുമാർ, ദീപ്തി മേരി വർഗീസ്, അവർക്കൊക്കെ രാഹുൽ ഗാന്ധി ഷേക്ക് ഹാൻഡും തൊഴിലും ഒക്കെ നൽകുന്നു. അങ്ങനെ ചെന്നപ്പോൾ അതാ കുറ്റിയടിച്ചതുപോലെ നിൽക്കുന്നു നമ്മുടെ കണ്ണൂർ സിംഹം കെ സുധാകരൻ. രാഹുൽ ഗാന്ധി വേണമെങ്കിൽ തന്റെ അടുത്തേക്ക് വരട്ടെ എന്ന ഭാവത്തിൽ സുധാകരനെ കണ്ടതോടെ അതുവരെ നേതാക്കളുടെ സമീപത്തേക്ക് നടന്നു ചെന്ന രാഹുൽ സ്വിച്ച് ഇട്ടതുപോലെ സ്വയം സ്റ്റോപ്പ് പറഞ്ഞു. നേരെ തിരിഞ്ഞ് സദസ്സിലേക്ക് കൈവീശി കാണിച്ചു. ഇഞ്ചി കടിച്ച ഭാവത്തിൽ കെ സുധാകരൻ. സുധാകരന്റെ അടുത്തേക്ക് പോകാതെ തിരിഞ്ഞു നടക്കുകയാണ് രാഹുൽ. സുധാകരനോടുള്ള അനിഷ്ടം പ്രകടം. കസേരയിൽ ഇരിക്കാൻ വന്നപ്പോഴും സുധാകരനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. തനിക്കടുത്ത് വന്ന കസേരയിലിരുന്ന സുധാകരനോട് എന്തൊക്കെയോ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ അസ്വസ്ഥത പ്രകടമാണ്. ഒടുവിൽ ഒരു കുപ്പി വെള്ളം എടുത്തു കൊടുത്ത് സുധാകരനെ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. പകരം സണ്ണി വക്കീലിനെ കസേരയിൽ ഇരുത്തുന്നു. അതിനുശേഷമാണ് കെ സുധാകരൻ അലറി പ്രസംഗിച്ചത് പിണറായി വിജയന്റെ നാട്ടിൽ ജീവിക്കാൻ തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന്. സ്വാഭാവികം. ഒരു മഹായോഗത്തിൽ സഹപ്രവർത്തകരുടെയും അനുയായികളുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയാൽ പിന്നീട് ജീവിക്കാൻ ആർക്കായാലും ലജ്ജ തോന്നും, ഏതു നാട്ടിലായാലും. എന്നാലും രാഹുൽ ഗാന്ധി ഇങ്ങനെയൊന്നും പെരുമാറരുത്. സട കൊഴിഞ്ഞു എന്ന് വെച്ച് സുധാകരൻ ആളൊരു സിംഹമല്ലേ?